ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കയ്യിൽ കറയാകാതെ കൂമ്പ് തോരൻ എങ്ങനെ വയ്ക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലെത്തത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മുടെ കയ്യിൽ കറയാകുന്ന കാരണം വെച്ചിട്ട് കൂടുതൽ ആൾക്കാരും ഇത് തോരൻ വയ്ക്കത്തില്ല. അപ്പം നമുക്കിത് കറയാകാതെ എങ്ങനെ തോരൻ വയ്ക്കാം നോക്കാം. അപ്പോൾ നമ്മൾ കൂമ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. പൊളിച്ചതിൻ്റെ മണ്ടയിൽ കുറേ പീസ് നമുക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി വേണമെങ്കിലും വെക്കാം, ഇത്രയും വേണമെങ്കിലും വെക്കാം. ഞാൻ ഇച്ചിരി അധികമായിട്ട് കളഞ്ഞു പോയി. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഇത് കുറച്ചും കൂടി ചെറുതായിട്ട് വേണമായിരുന്നു കട്ട് ചെയ്യാൻ. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഇച്ചിരി വലിപ്പത്തിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇപ്പം തന്നെ വിളിച്ചപ്പം ഞാൻ ചോദിച്ചു എന്താണ് തോരൻ വെച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൂമ്പ് തോരനാണ് വെച്ചതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു നീ എന്താടി വെച്ചത്? ഞാൻ പറഞ്ഞു എടി കൂമ്പ് ഇവിടെ ഇരിക്കുന്നു, പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാൻ അത് കാരണം ഞാൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞെടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി, നല്ലതായിട്ട് നമുക്ക് കൂമ്പ് തോരൻ കറക്റ്റിന് കിട്ടുമെന്ന്, വെക്കാൻ പരുവത്തിൽ കിട്ടും, കയ്യിൽ കറയാവത്തില്ലെന്ന്. ഞാനത് കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി പീസ് വലുതായിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെറിയ പീസാക്കി തന്നെ കുറച്ചും കൂടി ഇത് ഇങ്ങനെ ഇട്ടുപോയി. അത് കുറച്ചും കൂടി ഇട്ടിട്ട് തന്നെ നന്നായിട്ട് അടിച്ചു വന്നു. പക്ഷെ കുറച്ചുകൂടി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഞാൻ അത്രയും വലിയ പീസായിട്ടിട്ട് തന്നെയും നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതാക്കിയാൽ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് പീസൊക്കെ അത് അരയാതെ വന്നു. ചെറുതായിട്ട് കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് തോരൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഒരു സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കറയും വെളിയിൽ പോകും. നമുക്ക് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവും. ഈ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ